ഈ ഒരു പേപ്പറിന് 3 വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് എടുക്കുന്നുണ്ട്. ഈ പേപ്പറിന് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാനെ ഇപ്പോൾ എന്തായാലും കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരൻ എയറിലാണെന്ന് തന്നെ പറയാം. നിങ്ങൾ ആരൊക്കെ ഉണ്ട് ഈ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നവർ? ഇപ്പോൾ നറുക്കെടുപ്പിലൂടെ ആണെങ്കിലും അതുപോലെ ലോട്ടറിയൊക്കെ അടിച്ചിട്ട് എന്താണ് അങ്ങനെ വിജയിക്കും എന്നുള്ളതിൽ ഒരു ഭാഗ്യം അതറിയുന്നവർ ആരൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ കമൻറ്റ് ഭാഗ്യം കിട്ടിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നറുക്കെടുപ്പ് കാര്യങ്ങളുടെ എന്തൊക്കെയോ ആയിട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എയറിലാണ്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നൊന്ന് ഇതാക്കാം. എല്ലാവരും ഒട്ടുമിക്ക ആളുകളും ലോട്ടറി എടുക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ണ് കാണാൻ വയ്യാത്തവരും അതുപോലെ എന്താണ് ശേഷിയില്ലാത്തവരൊക്കെ ലോട്ടറി വിൽക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകളും ലോട്ടറി എടുക്കാറുണ്ട്. ഞാൻ എടുക്കാറില്ല കേട്ടോ. അങ്ങനെ കാണുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ലോട്ടറി എടുത്ത് അവരെ സഹായിക്കാറുണ്ട്. കോടികളും ലക്ഷങ്ങളും അടിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, എങ്കിലും അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും ചില ആളുകൾ ലോട്ടറി എടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പൈസ കൊടുക്കല്ല, അത് ലോട്ടറി എടുക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താണ് അങ്ങനെ പരീക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു ഇതുപോലെ നറുക്കെടുപ്പ് എന്തോ നടത്തിയതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയോ ചില ഇത് സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ആയോ ഒരു ഗ്യാപ്പ് ഇരുന്നേ, ഒരു ഇൻറ്റ്. ആ ഓക്കെ, പിന്നെ ഒരു മിനിറ്റ് എടുക്കണ്ട കേട്ടോ. ഓക്കെ, എടുക്കട്ടെ. എടുത്തോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ തപ്പിയെടുക്കുന്ന രീതിയിൽ അവിടെ ഒട്ടിച്ച് വെച്ചത് തപ്പിയെടുത്ത ആ ഒരു ഇതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും കണ്ടാൽ മനസ്സിലാവും. മേലെ അത്രയും ഇതായിട്ട് കിടക്കുമ്പോൾ അടിയിൽ നിന്ന് മാന്തി എടുത്ത് തപ്പിയെടുക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തിനാണെങ്കിലും അങ്ങനെ ആ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ആർക്ക് ഫേവർ ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഇത്രയും ജനങ്ങൾ ഒരാളെ വിശ്വസിച്ചിട്ടാണല്ലോ അവർ ഒരു ഇതിൽ ഇടുന്നത്, എന്ത് നറുക്കെടുപ്പാണെങ്കിലും. അപ്പോൾ ഇന്ന ആൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ കൈക്കൂലി കൊടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ എന്തിൻ്റെ ഇതിലാണെങ്കിലും അപ്പോൾ അത്രയും ആളുകൾ, ഇപ്പോൾ ഇത്രയും ഇട്ട ആളുകൾ പൊട്ടന്മാരായില്ല. അപ്പോൾ ആ ഒരാൾക്ക് മാത്രം ഇത് ചെയ്യുന്നത്, ഇത് ഭാഗ്യം അങ്ങോട്ട് ഇതാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഭാഗ്യം അയാൾക്ക് തുണയാകുകയല്ല ചെയ്യുന്നത്. ഇത് ഭാഗ്യം എന്ന് പറയണമെങ്കിൽ നമ്മൾ കുലുക്കി ആ കിട്ടുന്നത് പെട്ടെന്ന് എടുക്കുക, അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഇത് ഭാഗ്യം അവർക്ക് നേടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പുറത്ത്. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഈ കാണുന്ന നമുക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഇതിലെന്തോ കള്ളത്തരമുണ്ട്. കുഞ്ഞാൻ ആർക്കോ വേണ്ടിയിട്ട് ഇത് ചെയ്ത് കൊടുക്കുകയാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും. അതിൽ എന്താണ് എടുത്തെടുത്ത് അടിയുന്നൊരിത് തപ്പി എടുക്കുന്ന ആ ഒരു രീതിയാണ് കാണുന്നത്. ഈ ഇങ്ങനെ എന്തെങ്കിലും ആ ഒരു രീതിക്കാണ് ഈ കുഞ്ഞാൻ ചെയ്തത് എങ്കിൽ ഒരിക്കലും അത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന് തന്നെ പറയാം. ആർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അത് ശരിയായ കാര്യമല്ല എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇത് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ കുഴച്ച് ഇട്ടതിന് ശേഷം അടിയിൽ പോയിട്ടാണ് എടുക്കുന്നത്. ആ ഒട്ടിച്ച രീതി തപ്പിയിട്ട് എടുക്കുന്ന ആ ഒരു ഫീലാണ് നമുക്ക് കാണുന്നത്. അല്ലാതെ ഇതാക്കിയിട്ട് നമുക്ക് മേളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സംശയം വരില്ല. പക്ഷേ ഇത് ഇങ്ങനെ കുഴച്ച് എടുത്തതിന് ശേഷം അടിയിൽ പോയിട്ട് ഒട്ടിച്ച ആ ഒരു ഇത് തപ്പിയെടുത്ത ആ ഒരു ഫീലാണ് നമുക്ക് കാണുന്ന സമയത്ത് അനുഭവപ്പെടുന്നത്.
ഒരുപക്ഷെ കുഞ്ഞാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഈ കാണുന്നവർക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്താ മേലെന്ന് എടുക്കാതെ അടിയിന്ന് പോയിട്ട് ഇങ്ങനെ പറിച്ചെടുത്തതുപോലെ ആ ഒരു ഫീലിംഗ് ആർക്കാണെങ്കിലും തോന്നുള്ളൂ. നമ്മളത് ചിലപ്പോൾ കുഞ്ഞാൻ അത് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ നമുക്ക് അത് അങ്ങനെ ഒരു ഫീലാണ് അവിടെ അനുഭവപ്പെടുന്നത്. ആ ഒരു രീതിയാണ് പുള്ളിക്കാർ ചെയ്തത്. അപ്പോൾ തെറ്റില്ലെങ്കിൽ കൂടി തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് കുഞ്ഞാൻ അവിടെ ആ ഒരു ഇത് എടുത്തിരിക്കുന്നത്. ആ ഒരു ഇത് എടുത്തിട്ട് പൊക്കിയെടുത്തത്. അപ്പോൾ ഈ കാണുന്നവർക്ക് ആർക്കാണെങ്കിലും ആ ഒരു സംശയം വരുന്നുള്ളതിൽ 100% സത്യമാണ്. എന്തായാലും ബോധമില്ലാത്ത പരിപാടിയൊന്നും കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ബാക്കി കൂടെ നമുക്കൊന്ന് കണ്ടിട്ടായിരുന്നു, കണ്ടു നോക്കൂ. മുഹമ്മദ് സാഫി വയനാട്. അപ്പൊ ഫസ്റ്റത്തെ ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കുലിഞ്ഞ് വിളിക്കണ്ടവർക്ക് വിളിക്കണം. ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾ നമ്മളെ നാസർ ഖാന്റെ ഇതില് എടുത്തീന്നോ, പിന്നെ നറുക്കിട്ടീന്നോ? അടുത്തത് ജിമ്മിയാണ്, പിന്നുള്ളത് ബുള്ളറ്റാണ്, പിന്നുള്ളത് ആക്റ്റീവയാണ്, പിന്നുള്ളത് പിന്നെ 5 ആക്ക് സ്വർണ്ണ. അപ്പോൾ എന്തായാലും ഇത് എടുക്കുന്ന അത് ഇതായിട്ടുള്ളത് തന്നെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് തെറ്റ് തന്നെയാണ്. ഇത്രയും ആളുകൾ ഒരു ഭാഗ്യത്തിന് വേണ്ടി ഇതാകുന്ന സമയത്ത് ആ ഒരാൾക്ക് വേണ്ടി മാത്രം എടുത്തു കൊടുത്തത് ശരിയായ നടപടിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞാനിൻ്റെ തട്ടിപ്പിനെ കുറിച്ച് ഒരാൾ വിശദമായിട്ട് ആ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കൂ. പാണ്ടിക്കാട് കുഞ്ഞാൻ ലൈവ് ഓണാക്കിയത് മുതൽ ഒരിക്കലും ഈ പറയുന്ന നറുക്കിനെ മിക്സ് ചെയ്തായിട്ട് ആരും കാണുന്നില്ല. ഈ നറുക്കെടുക്കാൻ വേണ്ടി നറുക്കെടുക്കാൻ വേണ്ടി പാണ്ടിക്കാട് കുഞ്ഞാൻ വിളംബരം നടത്തുന്നു. മെല്ലെ ഒന്ന് ഇതിന് നേരെ ഒന്ന് വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. മെല്ലെ ഒന്ന് ഇവിടെ ഒന്ന് ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് വലത് കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ, അതായത് ലെഫ്റ്റ് ഹാൻഡ് അല്ലാതെ ലെഫ്റ്റിൽ എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ബാറ്റ് ചെയ്യുകയോ ചെയ്യാത്ത വലത് കൈക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ വലത് കൈയും ഇടത് കൈയും താത്തി വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു. എന്നിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം വലത് കൈയെ നേരെ ഇങ്ങനെ വെക്കുന്നു. ഇടത് കൈയിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നു. എടുക്കുന്നു. സാപ്പി ഇവിടെ കാണാം. ഹൈദർ മധൂർ എന്ന് പറയുന്ന നറുക്ക് മാത്രം ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നു. എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിനകത്ത് ഈ നമ്പർ ഈ പറയുന്ന നേരത്തെ തയ്യാറാക്കി വെച്ച സാധനം മാത്രം ഞാൻ എടുക്കുകയാണ്. ഇതിന്റെ ട്രിക്സ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു പേപ്പറിന് 3 വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് കൊടുക്കുന്നുണ്ട്. ഈ പേപ്പറിനെ കാണിക്കുന്നില്ലേ, ഇതിലേക്ക് ഇവിടെ ഒട്ടിച്ചു വെക്കുന്നു. മൂന്ന് വശങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിനെ ഇവിടെ ഒട്ടിച്ചു വെക്കുന്നു. എന്റെ കയ്യിലുള്ള എന്റെ പേര് എഴുതി നറുക്ക് ഇതിന്റെ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നു. സിമ്പിൾ. ഇയാൾ കാണിച്ച ആള് ഈ ഒരു രീതിയിലേക്കാണ് കുഞ്ഞാൻ എടുത്തതെന്നാണ് പറയണത്. അപ്പോൾ ഈ കാണിച്ച ആളും അതിൽ എക്സ്പേർട്ടാണ് തോന്നുന്നു കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ കണ്ണ് അന്താളിച്ച് പോകുന്നത് ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ലല്ലോ ഇങ്ങനെയുള്ള ഉടായ്പകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ നറുക്കെടുപ്പിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണെന്ന് തന്നെ പറയാം. അതിലും കള്ളത്തരമില്ലേ എത്ര ആളുകൾ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നത് നമ്മളൊക്കെ ശരിക്കും പൊട്ടന്മാരാണെന്ന് തന്നെ പറയാം. അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് അയാൾ അതിനകത്ത് വെക്കുന്നതും വിദഗ്ധമായിട്ട് തന്നെ പാണ്ടിക്കാട് കുഞ്ഞാനെ എടുക്കുന്നതും അല്ലേ. ഇയാൾ കാണിക്കുകയാണ്, ഒരു ഡെമോ കാണിക്കുകയാണ്. പക്ഷേ ഇയാളുടെ ആ ഡെമോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഒരു രീതി തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് തന്നെ പറയാം. അതും എന്നാലും വല്ലാത്തൊരു കഴിവ് തന്നെയാണല്ലേ. ഇതൊന്നും പ്രശംസിക്കാതിരിക്കാൻ വയ്യ. അത്രയ്ക്ക് ഇതായിട്ടാണ് ഇയാളും അതിൽ എക്സ്പേർട്ടാണെന്ന് തന്നെ തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതൊക്കെ കള്ളത്തരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പാണ്ടിക്കാട് കുഞ്ഞാൻ കുറച്ച് എക്സ്പ്ലനേഷനായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് കണ്ടു നോക്കൂ. പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. ഇന്ന് നേരം പോലത്തെ ഇതുവരെ നിങ്ങൾ എല്ലാവരും പാടം പച്ചർച്ചിന്നു. ഞാൻ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട്. എന്തേ ഞാൻ പറ്റിച്ചത്?
നിങ്ങളൊന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ എന്തായാലും ഫെവിക്കൂള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂള് ഒട്ടിച്ചുകാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചിക്കാണ് അത് തൊയഞ്ഞെടുത്തു. ചങ്ങായിമാരെ കടലാസമോ വല്ല പശയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട്. അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്തിയെ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ? അത് അതേമാതിരി നിങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്ന് കാണിച്ചു തരിച്ചിട്ടുണ്ട്. ഇപ്പോഴതാക്കണം ആ ലൈവാണ്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് 1, 2 നില 10, 20, 30 ടിക്കറ്റ് എടുത്ത അത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. 100 കണക്കിന് ജനങ്ങൾ അവിടെ ഓരോ മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി. പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ലായിരുന്നു. ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ച വക രണ്ടാമതാക്കി. പിന്നെ ഇങ്ങനെ കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ്. ഞാൻ ശരിക്കും നോക്കുമ്പോ അതിന്റെ അടി ആ ഗ്ലാസ്മക്ക് വരെ വെച്ച് തട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത്. അപ്പൊ ഇങ്ങനെ അടിയിൽ കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണ എടുക്കാനല്ലേ ഞാൻ നോക്കും. പാണ്ടിക്കാട് കുഞ്ഞൻ സത്യസന്ധമായിട്ടാണ് എടുത്തതെങ്കിൽ ആ ഒരു വീഡിയോ അയാൾ കാണിച്ചത്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ആകുന്ന സമയത്ത് ആർക്കാണെങ്കിലും അത് തെറ്റായിട്ടേ തോന്നുള്ളൂ. അത് എന്താണ് കറക്റ്റായിട്ടല്ല എന്നാണ് ആർക്കാണെങ്കിലും തോന്നുള്ളൂ. അപ്പോൾ അയാളുടെ ആ ഒരു വീഡിയോ കൂടി വന്ന സമയത്ത് പാണ്ടിക്കാട് കുഞ്ഞൻ തെറ്റ് ചെയ്തു, ആ ഒരു രീതിയിലേക്കാണ് എടുത്തിരിക്കുന്നത് തന്നെ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ഫെവി കുക്ക് വെച്ചിട്ടല്ല, അല്ലാതെ അയാൾ എന്താണ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് എടുത്തു എന്നുള്ളൊരു. അതുപോലെ തന്നെ പാണ്ടിക്കാട് കുഞ്ഞൻ നിൽക്കുന്ന ആ ഒരു പൊസിഷനും ബോഡി ലാംഗ്വേജൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും അത് അങ്ങനെയാണ് കാണുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് ചിലപ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകൾ അത് ശ്രദ്ധിച്ചെന്ന് വരില്ല. പക്ഷേ ഇങ്ങനെ ഈ ക്യാമറ കണ്ണുകളിലൂടെ ആളുകൾ 1ഉം 2ഉം തവണ കാണുന്ന സമയത്ത് ഒരാൾക്ക് അല്ലെങ്കിൽ 2 ആൾക്ക് ആ ഒരു സംശയം വരും. ആ സംശയത്തിന് പുറത്തായിരിക്കും ആ ഒരു വീഡിയോ എടുത്തിട്ടത് തന്നെ പറയാം. അതാണ് ആ ഒരു എന്താണ് ആ ഒരു ഇത് തോന്നിയത്. അപ്പോൾ ആ ഒരാൾക്ക് തോന്നിയ ആ ഒരു ഇത് എല്ലാവർക്കും കാണുമ്പോൾ ശരിയാണല്ലോ, ഇത് അങ്ങനെയാണല്ലോ അയാൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവർക്കും ആ ഒരു തോന്നൽ തന്നെ വരും. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി, ആൾക്കാരെ പറ്റിച്ചോനായി, ഇത്രയും ആൾക്ക് സാധനം കിട്ടിയത്. ഇപ്പൊ ഞാൻ പറഞ്ഞേ, ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളോട് ഇന്ന് വരാൻ പറഞ്ഞു. ഞാൻ മറ്റേ ജിമ്മി അടിച്ച ആളോടും വരാൻ പറഞ്ഞു. അപ്പൊ ഓര് പറഞ്ഞു ഞങ്ങൾ തിരക്കാണ്, പിന്നെ ഒരുത്തൻ ബാംഗ്ലൂരാണ്, ഒരുത്തൻ ലോഡ് വണ്ടിയായിട്ട് വെക്കുന്നത്. ഈ നട്ടപ്പാതിരാക്ക് ഇപ്പൊ നിങ്ങളെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതാക്കണ് ഈ ലോഡ് വണ്ടി വയനാട് ഭാഗത്താണ് നിർത്തിയിട്ടിരിക്കുന്നത്. നാസറാക്കാനോട് നാസറാക്ക എന്തായാലും മുളച്ച് നാട്ടുകാരെ മുമ്പിൽ ഇയാളെ കാണിച്ചു കൊടുക്കണം. ഈ ലോഡ് വണ്ടി ഉണ്ടല്ലേ. അപ്പൊ ഓര് പറഞ്ഞത് ഞങ്ങൾക്ക് 2 ദിവസം കഴിച്ചാതെ വരാൻ പറ്റൂലെന്ന്. അപ്പൊ ഇഞ്ച ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്ട് നിങ്ങൾ എവിടെ ഉള്ളത് ഞാൻ അങ്ങോട്ട് വരാറുന്നു. അങ്ങനെ വന്നിക്കാണ് ഓരോ പിന്നെ കാണാൻ വേണ്ടിയാണ്ട് ഓര് ഇവിടെ ഉണ്ട്. ഓലിമാടെ വിളിച്ചുകൊണ്ട് ഇതാണ് ടിക്കറ്റ് കിട്ടിയ ആളെന്നില്ല നിങ്ങളെ മുന്നിൽ കണ്ട് കാണിച്ചില്ല. ഹലോ ഹലോ, എന്താ നല്ല സന്തോഷത്തിലാണല്ലോ. ടിക്കറ്റ് നിങ്ങൾക്കുള്ള കിട്ടിയിരുന്നത്. അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. നിങ്ങൾ മാത്രം എടുത്ത്? ഇല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. തന്നെ. അല്ല അപ്പൊ എന്താ നിങ്ങളെ പരിപാടി എന്താ? നമ്മള് ഇന്റർലോക്കിന്റെ സ്റ്റോണ്ടൊക്കെ വർക്കാണ്. കല്ലിന്റെ മറ്റേ ഈ നെറ്റ്. അപ്പോൾ 13 ടിക്കറ്റ് എടുത്ത ആൾക്കാണ് അത് കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആർക്കാണെങ്കിലും കിട്ടട്ടെ, ഭാഗ്യം ആർക്കാണെങ്കിലും തുണയ്ക്കട്ടെ എന്ന് തന്നെ പറയാം. പക്ഷേ അതിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ കാലം തെളിയിക്കും എന്ന് പറയില്ല. അതുപോലെ തന്നെ കാലം തെളിയിക്കും. ആരെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെളിയുക തന്നെ ചെയ്യും. ആ ഒരു കള്ളത്തരത്തിൻ്റെ പേരിലാണ് എങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രൂഫ് ആയിട്ട് അതിന് എന്തെങ്കിലും ഒരു തെളിവ്, എന്തെങ്കിലും ഒരു ഇത് എന്തായാലും വരും. അപ്പോൾ ഇത് ചെയ്തത് തെറ്റാണെന്നുള്ളത് അപ്പോൾ കടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് മറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്ത് തന്നെ തെറ്റ് ചെയ്താലും അത് കാലം തെളിയിക്കുമ്പോൾ ചെറിയൊരു തെറ്റാണെങ്കിലും വലിയൊരു തെറ്റാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അത് അറിയും. അത് എന്താ പറയുക, ഒരു തെറ്റ് മറയ്ക്കാൻ വേറൊരു തെറ്റ് ചെയ്യാന്ന് പറയില്ല. അതുപോലെ ആരെന്ത് കള്ളത്തരം ചെയ്താലും ആരെന്ത് ചെയ്താലും എങ്ങനെങ്കിലൊക്കെ നമ്മൾ വിചാരിക്കും ആ ഒരു കള്ളത്തരം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെ മാത്രം അറിയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ അറിയുള്ളൂ, മറ്റുള്ള ആളുകൾ അറിയില്ല എന്ന്. പക്ഷേ നമ്മളൊരു കള്ളത്തരം ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണെങ്കിലും ഏതൊരു വിധത്തിലാണെങ്കിലും അത് നമ്മുടെ ചെവിയിലെത്തും, അല്ലെങ്കിൽ അത് നമ്മുടെ കണ്ണുകളിൽ കാണുക തന്നെ ചെയ്യും. അപ്പോൾ അത് കള്ളത്തരം ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആകുന്നതും കള്ളത്തരം ചെയ്യാതെ പാതയിലൂടെ പോകാൻ ശ്രമിക്കുക. കള്ളത്തരത്തിലൂടെ മുന്നോട്ട് പോയിട്ട് എവിടെ എത്താൻ സാധിക്കില്ല. അപ്പോൾ കുഞ്ഞാൻ കള്ളത്തരം ചെയ്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെ തെളിയട്ടെ, കള്ളത്തരം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ആ ഒരു രീതി തന്നെ പുറത്ത് വരണം. അത് എങ്ങനെയാണെങ്കിലും ഈ ഒരു രീതിയിൽ ആരും പറ്റിക്കപ്പെടാൻ പാടില്ല. 1 2 ആളല്ലല്ലോ ഈ നറുക്കെടുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കുന്നത്, ഒരുപാട് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ആ ഒരു ഇതാണ്, എല്ലാവരും പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നതാണ്. അപ്പോൾ ആർക്കാണെങ്കിലും ഭാഗ്യം ഉള്ള ആളുകൾക്കാണ് കിട്ടേണ്ടത്, അല്ലാതെ ഭാഗ്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഇതിൽ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.